എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ടു അവർ ചാനൽ. നമ്മളിപ്പോ മാത്സിലെ ആവറേജ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 3 ക്ലാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കാണാൻ 5 ക്ലാസ് പെൻഡിങ് ഉണ്ട്. അപ്പൊ ഇന്ന് ഫുള്ളായിട്ട് 5 ക്ലാസ് കണ്ടു തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ 2 ദിവസം മുമ്പേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈഗ്രെയിൻ ആണെന്ന്. അപ്പൊ അത് മാറുന്നേ ഇല്ല. ഒരുപാട് ട്രൈ ചെയ്ത് നോക്കി, മാറുന്നില്ല. അപ്പോൾ അത്രയും നേരം സ്ക്രീൻ ടൈം എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് 4 ക്ലാസ് കൂടെ നിർത്തി. രാവിലെ ഒരു 6 മണിയൊക്കെ 6:15 മുതൽ ഒരു 8 മണി വരെ, വൈകിട്ട് രാത്രി ഒരു 8 മണി വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് ഇന്ന് തന്നെ ഈ ക്ലാസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് നാളെ ഇതെല്ലാം റിവിഷൻ ചെയ്യണം. മാത്സ് എനിക്ക് 2-3 പോർഷൻസ് റിവിഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ ടൈമായി. അപ്പോൾ അത് ചെയ്യാം നാളെ എന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല. നാളെ ഇനി ആ ഒരു ക്ലാസ്സും കൂടെ, പെൻഡിങ് ഉള്ള ഒരു ക്ലാസ്സും കൂടെ കണ്ടു തീർത്തിട്ട് ആവറേജിന്റെ കണ്ടു തീർത്തതിന് ശേഷം നാളെ ഇനി റിവിഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ആഴ്ച ഞാൻ കുറച്ച് ബിസി ആയിരിക്കുന്ന ഒരാഴ്ചയും കൂടെ ആണ്. അതുകൊണ്ട് തന്നെ റിവിഷൻ ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും നാൾ പഠിച്ചതെല്ലാം വെറുതെ ആയിപ്പോവും. എനിക്കാണെങ്കിൽ മറവിയുടെ അസുഖം ഒട്ടും ഇല്ലാത്ത ആളാണ് ഞാൻ. എവിടെ കൂടെയാണ് മറവി പറഞ്ഞതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ മൈഗ്രെയിൻ ഉള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എണ്ണയൊക്കെയാണ് കേട്ടോ തേക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. പിന്നെ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് ഞാൻ നടക്കാൻ ഇറങ്ങും, അല്ലെങ്കിൽ ശരിയാവത്തില്ല. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടൊക്കെ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് അധികം പ്രശ്നം തോന്നത്തില്ല കേട്ടോ. പക്ഷെ എനിക്ക് രാവിലെ ഇരുന്ന് പഠിക്കാൻ നല്ല ഉറക്കം വരും. നല്ല ഉറക്കം തന്നെ. ഒരു 9 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങി അത്രയും സുഖമെന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് രാവിലെ അത്ര പഠിത്തം നടക്കാറില്ല. ഒരു 8 മണി വരെയൊക്കെ പഠിച്ച തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഭയങ്കര റയറാണ് അങ്ങോട്ട് പഠിക്കുന്നത്. 2 മണിക്ക് ശേഷം പിന്നെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഒരു 8-9 മണി വരെയൊക്കെ ആക്റ്റീവ് ആയിരിക്കും. അത് കഴിഞ്ഞ് ഉറക്കം എന്നാന്ന് വിളിച്ചോണ്ട് പോകും. അപ്പൊ അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ആവറേജ് ക്ലാസ് കുറച്ച് ഈസി ആയിരുന്നു. പക്ഷെ അത് ഞാൻ ഇപ്പൊ തിരിച്ചെടുക്കുന്നു. ഒട്ടും ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇത് എവിടെ നിന്നൊക്കെ തുടങ്ങുന്നു, എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചാലും ആ എക്സാം ഹോളിൽ ചെന്നിരുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു അതിലാണ് കാര്യം. നമ്മൾ എന്തൊക്കെ പഠിച്ചു വെച്ച് പോയാലും ആ സമയത്ത് നമ്മളെ കൊണ്ട് എന്ത് പറ്റുന്നു അതിൽ മാത്രമാണ് കാര്യം. അതുകൊണ്ട് തന്നെ എന്താവും എനിക്കറിയില്ല. ഞാൻ ഏറ്റവും കൂടുതൽ മാത്സ് ഫോക്കസ് ചെയ്യുന്ന കാര്യം, എനിക്ക് ഏറ്റവും ടഫ് സബ്ജക്ട് മാത്സ് ആണ്. ഭയങ്കര ടഫാണ്. എനിക്ക് ഒന്നും ഓർമ്മയിരിക്കത്തില്ല. എനിക്ക് ബേസ് ഇല്ല മാത്സിൽ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഞാൻ മാത്സിനെ ഇപ്പൊ കൂടുതൽ നോക്കുന്നത്. എനിക്ക് തിയറി പോർഷൻസ് പഠിച്ചെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഹിസ്റ്ററിയൊക്കെ കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. തിയറി പോർഷൻസ്, എനിക്ക് പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന സബ്ജക്ട്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് ഇനി ബാക്കി ദിവസങ്ങളിൽ ഇത് മാത്സ് ഇത് കവർ ചെയ്ത് തീർത്തതിന് ശേഷം ബാക്കി ദിവസങ്ങളിൽ ബാക്കി സബ്ജക്റ്റുകൾ നോക്കണം. അതിന്റെ നോട്ട് എനിക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ അതൊക്കെ ഇനി പ്രിന്റ് എടുക്കാനൊക്കെ ഉണ്ട്. നോട്ട്സ് സൈലത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പ്രിന്റ് എടുക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അത് കുറച്ച് ടൈം ആവും. അതുകൊണ്ടാണ് ഞാനിപ്പോ മാത്സ് തന്നെ നോക്കുന്നത്. മാത്സ് ആകുമ്പോൾ നമുക്ക് നോട്ട് എഴുതി എടുത്താൽ മതിയല്ലോ. മറ്റേത് പ്രിന്റ് എടുത്താലേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് എല്ലാം എഴുതുക ഇറ്റ്സ് നോട്ട് പോസിബിൾ. അത് പോസിബിൾ ആയിട്ടൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. എഴുതുന്നവരുണ്ട്, പക്ഷെ SCRT കാര്യങ്ങൾ, SCRTയുടെ പോർഷൻസും ഇവര് അതിൽ കൊടുത്തിരിക്കും. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആണെങ്കിൽ SCRTയുടെ പോർഷൻസ് കട്ട് ചെയ്ത് കൊടുത്തിരിക്കും. നമുക്ക് അത് അത്ര എഴുതിയെടുക്കാം. പിന്നെ ഈ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി എന്നുള്ള കാറ്റഗറിയിലുള്ള ആളല്ല ഞാൻ. എനിക്ക് വായിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു സാധനം ഓർമ്മയിരിക്കത്തില്ല. ചിലർക്ക് വായിച്ചു കഴിഞ്ഞാൽ അക്കാര്യമൊക്കെ മൈൻഡിലിരിക്കും. ഇല്ല, എനിക്കാണെങ്കിൽ ഒരു പോർഷൻസ് പഠിക്കാൻ പലരും 5 മിനിറ്റ് എടുക്കുന്നത് ഞാൻ 1 മണിക്കൂറൊക്കെ എടുക്കും. അതൊരു സ്ലോ ലേണറും കൂടെയാണ് ഞാൻ. അതുകൊണ്ട് നല്ല ടൈം എടുത്തിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പൊ ശരി, എന്നാ ടാറ്റാ.